പാർലമെന്റിലുണ്ടായ അതിക്രമത്തിന് പിന്നിലുണ്ടായിരുന്നത് 11 മാസത്തെ ആസൂത്രണമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കൃത്യമായ ആസൂത്രണത്തിനൊപ്പം പഴുതടച്ച ഏകോപനം കൂടിയായതോടെയാണ് അക്രമികളായ 6 പേർക്കും അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റിനുള്ളിലെത്താൻ കഴിഞ്ഞത്. അന്വേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 നെറ്റ്വർക്ക് സെക്യൂരിറ്റി അഫയേഴ്സ് ഗ്രൂപ്പ് എഡിറ്റർ മനോജ് ഗുപ്തയാണ് ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തുവിട്ടത്. സമൂഹ മാധ്യമത്തിലൂടെ 4 വർഷമായി പരിചയമുള്ളവരാണ് 6 പേരും. ഏതൊരു കുറ്റകൃത്യത്തിനും വേണ്ടിവരുന്ന മുന്നൊരുക്കങ്ങൾ ഇവർ നടത്തിയിരുന്നുവെന്നും വ്യക്തമാണ്. ആക്രമണ വിവരം പുറത്തു വന്ന ഉടനെ എല്ലാവരും ചോദിച്ചത് എങ്ങനെയാണ് ഇവർക്ക് അതീവ സുരക്ഷയുള്ള പാർലമെന്റ് വളപ്പിലും 2 പേർക്ക് പാർലമെന്റിനുള്ളിലും കടക്കാനായതെന്നാണ്. അതത്ര എളുപ്പമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭ അത്രമാത്രം സുരക്ഷാ വലയത്തിലുള്ളതാണ്. പാർലമെന്റ് വളപ്പിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ വലിയ പരിശോധനകൾ കടക്കണം. പിന്നെയും 2 തരത്തിലുള്ള സുരക്ഷാ പരിശോധന കടന്നാൽ മാത്രമേ ആർക്കും പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇവർ നടത്തിയ നിരീക്ഷണങ്ങളും ആസൂത്രണവും എത്രമാത്രം ഏകോപിക്കപ്പെട്ടതായിരുന്നു എന്നത്. പാസ് നൽകുന്നത് മുതൽ ലോക്സഭയിലെ സന്ദർശക ഗാലറിയിലേക്ക് പ്രവേശിക്കാനുള്ള സുരക്ഷാ കടമ്പകളെല്ലാം ആർക്കും സംശയം തോന്നാതെ കടക്കാൻ അവർക്കായി. 1.5 വർഷം മുമ്പാണ് ഇവർ 6 പേരും ഭഗത് സിംഗ് എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൂടെ അതിക്രമത്തിന് പദ്ധതിയിടുന്നത്. ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിലെത്തിയാണ് ഇവർ അവസാനവട്ട ആസൂത്രണം നടത്തിയത്. അതിനു മുമ്പേ പാർലമെന്റ് കെട്ടിടത്തിന്റെ പ്ലാൻ പൂർണ്ണമായും കൈക്കലാക്കിയിരുന്നു. എങ്ങനെയാണ് നീങ്ങേണ്ടതെന്ന് ആലോചിച്ചുറപ്പിക്കാൻ ഇന്ത്യ ഗേറ്റിലെ കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടതായും മനോജ് ഗുപ്തയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടതെന്ന അവസാന രൂപം തയ്യാറാക്കുന്നതും ഈ കൂടിക്കാഴ്ചയിൽ വച്ചാണ്. 6 പേരും ഒരുമിച്ച് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ കയറാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ 2 പേർക്കും മാത്രമാണ് പാസ് ലഭിച്ചത്, മനോരഞ്ജനും സാഗർ ശർമ്മയും. ഇവരാണ് വിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്ന് എംപിമാർക്ക് ഇടയിലേക്ക് ചാടിയതും സ്മോക്ക് ബോംബുകൾ പ്രയോഗിച്ചതും. ഈ സമയം നീലം ദേവിയും അമോൾ ഷിൻഡെയും മന്ദിരത്തിന് പുറത്ത് കളർ ഗ്യാസ് സ്പ്രേ ചെയ്തു. ലളിതും വിശാൽ ശർമ്മയും ഇവരുടെ സഹായികളായി പുറത്തുണ്ടായിരുന്നു. വിശാലിനെ ഗുരുഗ്രാമിൽ നിന്ന് പിന്നീട് പിടികൂടി. ലളിത് ഒളിവിലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പേ പാർലമെന്റ് വളപ്പിൽ കയറിയ 4 പേരും ഡൽഹിയിലെത്തിയിരുന്നു. സംഭവത്തിന്റെ എല്ലാം ആസൂത്രകനായ ഛായാണ് ഇവരെ 4 പേരെയും ഗുരുഗ്രാമിലെ സുഹൃത്തായ വിശാൽ ശർമ്മയുടെ വീട്ടിലെത്തിച്ചത്. ഗുരുഗ്രാം സെക്ടർ 7-ലെ വീട് ഇവർക്കായി വിശാലും ഭാര്യ രാഖിയും ഒരുക്കി കൊടുത്തു. മനോരഞ്ജനാണ് പ്രതാപ് സിംഹ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് വഴി പാസ് സംഘടിപ്പിച്ചത്. ജനുവരിയിൽ ഇതിനായി ഒരുക്കം തുടങ്ങിയ മനോരഞ്ജൻ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളന സമയത്തും ഡൽഹിയിലെത്തിയിരുന്നു. അന്ന് പാർലമെന്റ് കോംപ്ലക്സിൽ സന്ദർശനം നടത്തിയാണ് അതിക്രമത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയത്. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തരായാണ് അതിക്രമത്തിന് മുതിർന്നതെന്നാണ് ഇവർ മൊഴി നൽകിയത്. മണിപ്പൂർ സംഘർഷം, കർഷക സമരം, വിലക്കയറ്റം എന്നിവയാണ് ഇവർ പ്രശ്നങ്ങളായി ഉന്നയിക്കുന്നത്. ഭഗത് സിംഗ് ആണ് തങ്ങളുടെ വഴികാട്ടിയെന്നാണ് അവകാശപ്പെടുന്നത്. തുടർന്ന് പാർലമെന്റിലേക്ക് അതിക്രമം നടത്താൻ 4 പേരും തീരുമാനിച്ചെന്നാണ് മൊഴിയിൽ പറയുന്നത്. നീലം ദേവിയുടെ ഓൺലൈൻ പ്രൊഫൈലിൽ പാർട്ടി റാലികളിൽ പങ്കെടുക്കുന്നതിന്റെയും ഭഗത് സിംഗിന്റെയും BR അംബേദ്കറുടെയും ഫോട്ടോകളുമുണ്ട്. ഡൽഹി കർഷക സമരത്തിൽ ജന്തർ മന്ദറിൽ പ്രക്ഷോഭകർക്കൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങളും നീലം ദേവിയുടെ പ്രൊഫൈലിലുണ്ട്. ഛായുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ബാഘ ജതിൻ, സുഭാഷ് ചന്ദ്രബോസ്, രാജാറാം മോഹൻ റോയ് എന്നിവരുടെയും ചിത്രങ്ങളുണ്ട്. മൈസൂരു സ്വദേശിയായ മനോരഞ്ജൻ എഞ്ചിനീയറാണ്. കുടുംബത്തിന്റെ ഫാമിലെ കാര്യങ്ങൾ നോക്കി നടത്തുകയായിരുന്നു. ഡൽഹിയിലെയും ബാംഗ്ലൂരിലെയും ചില കമ്പനികളിൽ നേരത്തെ ജോലിയും ചെയ്തിരുന്നു. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളാണ് മകനെന്നാണ് താൻ കരുതിയിരുന്നതെന്നായിരുന്നു മനോരഞ്ജന്റെ പിതാവ് ദേവരാജ ഗൌഡ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രതികരിച്ചത്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്നൌവിലെ രാംനഗർ സ്വദേശിയാണ് സാഗർ ശർമ്മ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത്. നേരത്തെ ബംഗളൂരുവിൽ റിക്ഷ ഡ്രൈവറായി സാഗർ ജോലി നോക്കിയിട്ടുണ്ട്. അമോൾ ഷിൻഡെ മഹാരാഷ്ട്രയിലെ ലത്തൂർ സ്വദേശിയാണ്. സർക്കാർ ജോലി ലഭിക്കാനുള്ള പരിശീലനം നടത്തി വരികയായിരുന്നു ഇയാൾ. ആർമി റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞാണ് ഡിസംബർ 9-ന് ഷിൻഡെ വീട് വിട്ടത്. നീലം നേരത്തെ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലുമെല്ലാം പങ്കെടുത്തിട്ടുള്ള ആളാണ്. MAയും MPhilഉം പൂർത്തിയാക്കി നെറ്റ് യോഗ്യത നേടിയിട്ടുള്ള നീലം 3 ദിവസം മുമ്പും നാട്ടിലെത്തിയിരുന്നു. അന്നൊന്നും ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് സൂചന നൽകിയിരുന്നില്ല. സാഗർ ശർമ്മയെക്കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒട്ടും നല്ല അഭിപ്രായമില്ല. നേരത്തെ എക്സ്പോർട്ട് കമ്പനിയിൽ ഡ്രൈവറായിരുന്നു. തികഞ്ഞ മദ്യപാനിയായ ഇയാൾ ഭാര്യയുമായും നിരന്തരം വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വിശാൽ ശർമ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു.